ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മ്യൂസിക്. ഇപ്പം എനിക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ടും ഓൾമോസ്റ്റ് സെയിം ടൈമിൽ തന്നെയാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തേക്കുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ, അത് നിങ്ങൾ കാണുമ്പോൾ, അതിന് റിപ്ലൈ ഒക്കെ നിങ്ങൾ തരുമ്പോൾ വളരെ സന്തോഷമാണ്. ഇപ്പം നമ്മളൊരു മ്യൂസിക്കൊക്കെ ചെയ്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളൊരു പാട്ട് ചെയ്യുക, ആ പാട്ടൊക്കെ ചെയ്ത് കമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ അതിനൊരു ട്യൂൺ കൊടുക്കുമ്പോൾ ഇല്ലാത്ത ഒരു ലിറിക്സ്, ഒരു ഡ്രൈ ആയിട്ടുള്ള ലിറിക്സിന് നമ്മളൊരു മ്യൂസിക് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? അതൊരു ജീവൻ വരുവാണ് ആ മ്യൂസിക്കിന്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മ്യൂസിക് പഠിപ്പിക്കുന്നതും. അത് ചിലവർക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്ന ആ ഒരു ലെവലിൽ നിന്ന് അവർക്ക് ഗ്രാജുവലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവരുടെ പ്ലേയിങ്ങിനൊക്കെ നമ്മുടെ ചാനൽ കൊണ്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ സന്തോഷമാണ്. ഇപ്പോൾ എൻ്റെ റൂം നിങ്ങൾക്ക് ഇവിടെ കാണാം. എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ ഞാൻ വെൽ സെറ്റപ്ഡായിട്ട് മ്യൂസിക്കിന് വേണ്ടി മാത്രം ചെയ്തേക്കുന്ന റൂമാണ്. അപ്പോൾ ഈ മ്യൂസിക്കിന് വേണ്ടി ചെയ്തേക്കുന്ന റൂമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റുകൾ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ വെൽ ടേക്ക് കെയർ ചെയ്ത് പോകുന്നതാണ് എല്ലാ ഇൻസ്ട്രുമെൻറ്റും, കീബോർഡും വയലിനും എല്ലാം. അതുപോലെ എൻ്റെ സോഫ്റ്റ്വെയർ, ഞാൻ എൻ്റെ ഇടയ്ക്ക് റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ സിസ്റ്റങ്ങളും. അപ്പം നമുക്കിത് പാഷനായിട്ട്, എനിക്ക് ഒരു പാഷനായിട്ടാണ് മ്യൂസിക്കിനെ ഞാൻ എടുത്തത്. ഓരോ പ്രാവശ്യവും എനിക്ക് ഈ റൂമിലോട്ട് കയറുമ്പോൾ വലിയൊരു ഫീലാണ് മ്യൂസിക്കിനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ മ്യൂസിക്കൊക്കെ പഠിക്കുന്നവർക്ക് എപ്പോഴും നല്ലൊരു മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം, ആ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ലവ് ചെയ്യണം, ഇഷ്ടപ്പെടണം. അന്നെങ്കിലുള്ളൂ തീർച്ചയായിട്ടും നമുക്ക് ഇതിലേക്ക് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ.